പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ അങ്ങ് നാടൻ ബ്ലോഗ് ആക്കാന്ന് വിചാരിച്ചു. കാര്യം നമ്മുടെ വീട്, പരിസരം, അച്ഛനമ്മ, ചേച്ചി, പിള്ളേര് എല്ലാവരും കൂടെ അടങ്ങിയിട്ടുള്ള ബ്ലോഗ് ആക്കിയപ്പോൾ കുറേ പേര് എനിക്ക് പേഴ്സണലിയൊക്കെ മെസ്സേജ് അയച്ചു. അമ്മ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര വൈബാണ്, ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര പോസിറ്റീവാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ വർക്ക് പ്രഷറിൽ കുറച്ച് ഇരിക്കുകയായിരുന്നു. അപ്പൊ അമ്മുവിന്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് സഡൻ ആയിട്ട് ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാര്യം നമ്മളെ അത്ര സ്നേഹിക്കുന്നതുകൊണ്ട്, നമ്മളെ ഒരു കുടുംബത്തെ പോണൊക്കെ ചേർത്ത് പിടിക്കുന്നതുകൊണ്ടും ആണല്ലോ. പിന്നെ എന്തെങ്കിലും ഒരു പ്രഷറൊക്കെ വന്നാൽ ഞാൻ പെട്ടെന്ന് ഇച്ചിരി നേരം ബ്രേക്ക് എടുത്ത് അമ്മുവിന്റെ വീഡിയോ കാണും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞ് ആ ചേച്ചി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു, അവര് നമുക്ക് വേണ്ടി അത്രയും പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹാപ്പിനെസ് ഒക്കെ നല്ല രീതിയിൽ അപ്പൊ ഇടാന്ന് വിചാരിച്ചേട്ടോ. അപ്പൊ നമ്മുടെ ഹാപ്പിനെസ് ആയിട്ടുള്ള എല്ലാവരും കൂടെ അടങ്ങിയിട്ടുള്ള നമ്മുടെ ഫാമിലി, കുടുംബം മൊത്തമുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതിനകത്ത് കുറെ നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട് ഉണ്ടാവും, കുറെ കാര്യങ്ങൾ ഉണ്ടാവും. എന്നാലും പിന്നെ കുറച്ച് പേര് നമ്മളോട് കുറച്ച് ഡൗട്ടുകൾ, അതായത് ജാനിക്കുട്ടീനെ ചേർത്തപ്പോൾ ഉള്ള കാര്യങ്ങൾ, ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു പുറമേയൊക്കെ ചിലപ്പോൾ ഇത് കൂടെ വരും. ഇവിടെത്തി അപ്പുറത്തെത്തി എല്ലായിടത്തും നീയാണ്. ഞായറാഴ്ചല്ലേ ആൾക്കാരുകൾ വീട്ടിലുള്ള സമയം ചപ്പുചവറുകൾ കത്തിക്കുന്ന ടൈമുകളാണ് കേട്ടോ. അപ്പം ഒന്നാമത്തേലും ഇപ്പൊ പേടിയായി തുടങ്ങി പാമ്പ്. ഇപ്പൊ 1 മണിക്കൂർ ഇടവിട്ടാണ് പാമ്പ് കടിയുടെ ന്യൂസിൽ വന്നോണ്ടിരിക്കുന്നത്. അവിടെ കളിച്ചു ഇവിടെ കളിച്ചു എല്ലാവർക്കും പേടിയായതുകൊണ്ടേ ഇപ്പൊ 4 സൈഡും കത്തിക്കലും ഒതുക്കലും പറക്കലും ഒക്കെയാണ് എല്ലാവരും. ഗായ്സ്, ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് എല്ലാവരും അടങ്ങിയിട്ടുള്ളതാണ്. എന്റെ ഈ നൈറ്റി ഇഷ്ടപ്പെട്ടു. ഇത് നൈറ്റി എന്നാണ് ഇത് പറയാ, എനിക്കറിയില്ല കേട്ടോ. നൈറ്റി നമ്മുടെ നൈറ്റി അത് പറയും. അപ്പം ഇതെനിക്ക് ജ്യോതിയാന്റി മേടിച്ചോണ്ട് തന്നാട്ടെ. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇടുന്നുണ്ട്. കാര്യം ഇവിടുത്തെ ചൂടിനെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് അമ്മന് ചൂടെടുക്കില്ലേ, പക്ഷെ ഇത് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. നല്ല സുഖമാണ്. അങ്ങനെ വലിയ നമ്മള് സാധാരണ ഡ്രസ്സ് ഇങ്ങനെ പിടിച്ചു കിടക്കുമല്ലോ, അങ്ങനെ നല്ല ലൂസ് ഉണ്ട്, അടി കൂടെ നല്ല കാറ്റ് കയറും, നല്ല സുഖം. ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. ജ്യോതിയാന്റി മേടിച്ചിട്ട് ഞാൻ അങ്ങനെ അധികം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഇടുക്കി വീട്ടിലായിരുന്നു കേട്ടോ ഈ സാധനം. ഞാൻ ഈ പ്രാവശ്യം നിന്റെ കാലുമോ വന്ന് പിടിക്കാൻ ചക്കര അടി എന്നെ മേടിക്കുന്നേ. അപ്പൊ ഇത് സിന്ധമ്മയ്ക്ക് കൊടുത്താന്ന് തോന്നുന്നുണ്ട്, എനിക്ക് വേറെയാണ്. അപ്പൊ സിന്ധമ്മയുടെ എന്റെ ഇതും കൂടി ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നായിരുന്നു. അപ്പൊ ഇത് ജ്യോതിയാന്റി ഞാനത് ഇട്ടിട്ടുണ്ട്. ജ്യോതിയാന്റി എല്ലാ വീഡിയോക്കകത്തും കാണുന്നത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇത് ഇടുന്നുണ്ടേ. ഇത് ഇട്ടെന്ന് കോമഡി ആയിരുന്നു കേട്ടോ. എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാര്യം ഞാൻ ഇങ്ങനത്തെ സാധനം ഇട്ട് ആരും കണ്ടിട്ടില്ല അല്ലേ, അധികം കണ്ടിട്ടില്ല. ഇടുവാണ് ജാനിക്കുട്ടിയുടെ ഒരു പ്രഗ്നന്റ് ആയ ടൈമിലൊക്കെ ഞാൻ കോട്ടൺ നൈറ്റി ഇടുന്നല്ലാണ്ട് പിന്നെ ഞാൻ നൈറ്റി ഒന്നും ഇട്ട് അങ്ങനെ അധികം കണ്ടിട്ടില്ല. അപ്പൊ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പുതിയ സാധനല്ലേ, പുതിയ മോഡൽ സാധനല്ലേ. അപ്പം അങ്ങനെ കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഇട്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര കംഫർട്ടബിൾ കേട്ടോ. അയ്യോ അത്ര മണി നിന്നപ്പോഴാണ് വിചാരിച്ചത്. അങ്ങനെ വർത്താനം പറഞ്ഞേക്കാൻ സമയമില്ലാന്ന്, നേരെ പോയി വീഡിയോ കണ്ടുപോയോ. ഇത് വെച്ച് അതിനകത്തെ പാട്ട് കണക്കായി പോയില്ലോ. രാവിലെ നമ്മുടെ ദേശീയ ഭക്ഷണമായ പുട്ടും പഴവുമാണ് റൈസ് കഴിക്കാം. നമ്മുടെ വീട്ടിലെല്ലാവർക്കും സീതപ്പഴം ഇഷ്ടമാണ് കേട്ടോ. ഒരു പ്രാവശ്യം കടയിൽ നിന്ന് മേടിച്ചിട്ട് അതിൻ്റെ കുരു ചുമ്മാ കൊണ്ട് കുഴിച്ചു വെച്ചതാണ്. അപ്പം കിളിക്കുന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പം സീതപ്പഴത്തിൻ്റെ ഇതിൽ ഉണ്ടാവുന്നുണ്ട്. 1-2 പ്രാവശ്യം പൂ പിടിച്ചിട്ട് പോയി. ഈ പ്രാവശ്യം കിട്ടുമെന്ന് ഞങ്ങളുടെ പ്രതീക്ഷയാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ അമ്മ കറി വെക്കുകയാണ്. നല്ല സൂപ്പർ ബീഫ് കറിയാണ് അടുപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ഈ റംബുട്ടാൻ എവിടെയോ പുഴു കയറിയിട്ടുണ്ട് കേട്ടോ. വെച്ചോ ഇല ഫുള്ള് തിന്നോണ്ടിരിപ്പുണ്ട്. ഒരുക്കങ്ങള് ലിപ്സ്റ്റിക്, ലിപ് ബാം, ഐഷാഡോ ഒക്കെ പോയില്ല. ഇപ്പൊ വെറുതെ നാടൻ കേള എനിക്ക് കൂടുതൽ വെള്ളേണ്ടിൽ ഒരുങ്ങാൻ പറ്റില്ല. കോവളത്തെ കൊടൈക്കനാലിലിരിക്കണേ. ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് അറിഞ്ഞാ
അവിടുന്ന് ഇറങ്ങി അപ്പുറത്തുനിന്ന്. ഈ ഇറച്ചി കറി അടുപ്പയില് വേവണതും രണ്ടുണ്ട് വ്യത്യാസം. അതെ അതെ, ടേസ്റ്റ് വ്യത്യാസം. മറ്റേ ഗ്യാസിൽ വേവുന്നതും അടുപ്പിൽ വേവുന്നതും. ഞാൻ നോക്കിയപ്പോ ഇവിടെ ഒരു ഇത്തിരി കറകൊള്ളിരുന്ന് പുകയാണ്. ശരിയാക്കാനായിട്ട്. അപ്പൊ അവന് പുട്ട് കഴിക്കാൻ വന്നിട്ട് ബീഫാണോ ആടാണോ? മ്യോനുള്ളത് കൊണ്ട് ഇപ്പൊ അച്ഛൻ ആടെ മേടിക്കാറുള്ളൂ. അതായത് ചോദിച്ചേ. അല്ല, മ്യോന് വേണ്ടിട്ട് അച്ഛൻ ആടെ മേടിക്കാറുള്ളതല്ല. അയ്യോ പുകല്ലേ, പൊക്കച്ചു പിടിക്കും. പക്ഷെ ഈ കറിക്ക് പുകച്ചൊന്നും വരില്ല കേട്ടാ. അത് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. അതെന്താന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇങ്ങനെ പുക വന്നാലും പുകച്ചോ വരാറില്ലല്ലോ. അതെ, അവർക്ക് ചോറുണ്ടോടാ. അപ്പൊ ശരി, പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നുള്ള ഡയലോഗ് അമ്മ വെക്കില്ല. അത് മറ്റേ സിനിമയ്ക്കകത്തുള്ള ഡയലോഗാണ്, സുരാജ് വെഞ്ഞാറമൂടിന്റെ. അയ്യോ പുക. വിച്ചു നിന്നെ കാണാൻ പറ്റുന്നില്ലടാ. നീ കല്യാണത്തിന് പോകുന്നില്ലേ? നീ പുകമണ അടിച്ചിട്ടാണ് പോകാൻ പോണേ. കല്യാണം ഉണ്ട്. ഉച്ചക്കലത്തെ ചോറാ. ഞങ്ങളെ വിളിച്ചില്ല. അല്ല, നമ്മളെ വിളിക്കാണ്ട് ഫാമിലിനെ കൂടെ ഇനി ദയവ് ചെയ്ത് കല്യാണം വിളിക്കുന്നവരെ ഫാമിലിനെ കൂടെ കൊണ്ടുവരാൻ പറയേണ്ടത്. സമയത്താണ് വിളിച്ചേക്കുന്നത്. പോണെങ്കിൽ പോവാം. വേണ്ട, പിച്ചുവിന്റെ ഫ്രണ്ട്സ് ആണ്. അവിടെ നമുക്ക് റോൾ ഉണ്ടാവില്ല കൈസ്. മങ്കി റോള് കാണിക്കാണ്ട് ഞാനില്ല. എന്താ ഇന്നമ്മ തന്ന മേടിച്ച ഉടുപ്പ് ഭയങ്കര വലുതാ. അത് തട്ടി വീഴുന്നൊക്കെ പറഞ്ഞിട്ടോ. പിന്നെ വൈകുന്നേരം പുട്ടും പഴം. ഇങ്ങനെ പുട്ടും പഴം ഇഷ്ടമുള്ള ഒരാള് ഇവിടെ നമ്മള് നിർത്തുന്നില്ലേന്നാണ് ചോദിക്കുന്നത്. അത് തന്നെയാണ് ജാനിയോ. ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഉറക്കത്തിന് എനിക്ക് വരുന്ന ഞാൻ പോണില്ല, അച്ഛനോട് വരാൻ പറയണ്ട. ഞാൻ പോണില്ല, ഞാനിവിടെ നിക്കണുള്ളൂ. പൂഞ്ച ഞാൻ പോണില്ല, അങ്ങോട്ട് പോണില്ല. രണ്ടുപേരും ജീവൻ ഇവിടാണ് കൈ. അച്ഛനോട് ഇപ്പൊ പോയാലും ഇപ്പൊ മെസ്സേജ് അയക്കലോടങ്ങും. അമ്മൂനെ വീട്, അമ്മൂനോട് വരാൻ പറയേ. വിച്ചുവിനെ വീട്. ഇവിടെ എന്താണ് പണിക്കാരിരിക്കുന്ന നടക്കണ്. ആ കിട്ടിക്ക് വീട്. അതാ പോവാട്ടിരുന്നാ മതി. ചാടത്തുള്ളി അച്ഛനെ കാണാൻ പോവുകയും ചെയ്യണ്ട്. അമ്മ അമ്മൂനെ വീടമ്മ, അപ്പച്ചനെ വീടമ്മ. വലിയ വീടല്ലേ, അവർക്ക് കളിക്കാനുള്ളതുണ്ട്. പക്ഷെ ആരും ഇല്ല, അനക്കില്ല. അതെ 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 അതെ, ഞാനത് എപ്പോഴും ചിന്തിക്കും കേട്ടോ. അവർക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഓർമ്മയായിരിക്കും. 24 മണിക്കൂർ എണ്ണ ചുറ്റിപ്പറ്റി കിടക്കുള്ളൂ. അപമാനിച്ചു വിട്ടു സജീനെ. കേട്ടിട്ടില്ല. ഹരിച്ചാ പറ്റി. പൂപ്പിനെ പറ്റിയാ പറഞ്ഞുണ്ട്. പൂപ്പിനെ നമുക്കൊരു ദിവസം പോയി കൊണ്ടുവരായിരുന്നു. ഒന്ന് കറക്കിയിട്ട് കൊണ്ടുപോവാം. ഞാനാണത്. അതെന്നെയാണ്, എന്നെ തന്നെയാണ്, എന്നെ മാത്രമാണ്. അല്ല, പേടിയൊക്കെ ഉണ്ടോ? നല്ല അവനൊന്ന് നടക്കുന്നതൊക്കെ നല്ലല്ലേ. നമ്മുടെ വീട്ടിലൊരു പൂച്ച സാറുണ്ട് കേട്ടോ ഇപ്പൊ. ചക്കരമുത്ത്. മതി 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 മതി. പക്ഷെ ആളുണ്ടല്ലോ, ജഗജാലൊക്കെ ഇല്ലാടി കേട്ടോ. ഇന്നലെ ഒറ്റ ദിവസം ഞങ്ങൾ കെയർ ചെയ്തേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ പുറകെ അല്ലാണ്ട് ആള് നടക്കില്ല അല്ലേ. പാത്രം കൊണ്ടേ വൈകുന്നേരം ഫുഡ് കൊണ്ട് പോവാൻ പിന്നാലെ കൂടെ പോയിട്ട് ഉടുക്കുമ്പോ തല്ലണം. ഒറ്റ ദിവസം കമ്പനി ആയതേ ഉള്ളു കേട്ടോ. ആള് ഭയങ്കര കമ്പനിയായി. ആള് കമ്പനി ആവാൻ വേണ്ടി കാത്തുകയായിരുന്നു. ആളിച്ചിരി ചോറ് കിട്ടിയാന്ന് വീട്ടിൽ പറ്റി കേറാന്നുള്ള മൈൻഡിൽ നിൽക്കുകയായിരുന്നു. അവന്റെ വീട് കാറിന്റെ കാണാം കേട്ടോ. നമ്മള് ഇത്രയും രൂപയുടെ വണ്ടി മേടിച്ചിട്ടേക്കുന്ന അവന് വേണ്ടിട്ടാന്നുള്ള രീതിയിലാണ് അവൻ നടക്കുന്നത്. അത്രയ്ക്ക് പത്രാസാണ് ആൾക്ക്. താഴത്തെ കിടക്കുള്ളൂ. പിടിച്ചോളും. എങ്ങനെ വിളിച്ചേ ഒന്നര വിളിച്ചേ. ഇതാ കുഞ്ഞുവാവേ, ജാനിയുടെ കുഞ്ഞുവാവയാണ്. പുട്ടും പഴവും ഞാൻ പറയാം, എന്തായാലും ഞാൻ പറയുന്നതായിരിക്കും. രാവിലെ തന്നെ യോഗം എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അടിപൊളിയാണോ?
അപ്പൊ നീ പൂട്ടീനെ ഇത്തിരി കുഴമ്പായിട്ട് വാവ് സെറ്റ് കഴിച്ചോ എന്തരി ഒന്നുമില്ല പൊയ്ക്കോ. നമ്മുടെ ഇവിടെ ഫുള്ളുള്ള സാധനങ്ങളെല്ലാം എന്താ പറയാ വിറകും ഇതെല്ലാം ഇതേ കൂട്ടാണ് കേട്ടോ. എന്ത് ചകിരിയാണ് കേട്ടോ. ഒന്നും വെക്കാൻ വേറെ സ്ഥലമില്ല ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ചേക്കുന്നത്. നമ്മൾ കുറെ പേര് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കാട് പിടിപ്പിച്ചിട്ട് കല്ല കേട്ടോ. എല്ലാ സാധനങ്ങളാണ് എല്ലാം മാക്സിമം തറയിന്നൊക്കെ പൊക്കിയൊക്കെയാണ് വെച്ചേക്കുന്നത്. അവന്റെ ഏരിയ അവന്റെ വീടെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗവും വണ്ടിയുടെ അടിയും അവന് വേണ്ടി മേടിച്ചിട്ടേക്കുന്നവനക്കാണ് അവൻ ആ കോപ്രായം കാണിക്കുന്ന വണ്ടിയുടെ ഇടയ്ക്ക് കയറിയിട്ട്. നിങ്ങളാരാ എന്നുള്ള രീതിയാണ്. കണ്ട 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 അവന്റെ കൂട്ടോട്ടാണ് അവൻ ഓടിയേക്കുന്നത്. കണ്ട അവിടെ പോയിരിക്കും. ഇപ്പൊ കിട്ടും കണ്ട. ഒന്നില്ലെങ്കിൽ വണ്ടിയുടെ അകം, ഒന്നില്ലാന്നുണ്ടെങ്കിൽ ആ സൈഡ്. പിന്നെ ഇവിടെ നിറച്ച് പൂച്ചകൾ അതേ പോകുന്നുണ്ടോ അടുത്തത്. നമ്മുടെ വീട്ടിലല്ലെങ്കിലും എല്ലാം നമ്മുടെ വീടിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് കലാപരിപാടികൾ ഫുള്ള് നടത്തുന്നത്. കാര്യം ഇവിടുന്ന് തിന്നാൻ കിട്ടും നന്നായിട്ട്. അതാണ് കാര്യം. ആ പിള്ളേരുടെയും എല്ലാവരും വേസ്റ്റ് വരുന്ന ഫുഡെല്ലാം നമ്മൾ ഇവിടെ കൊണ്ട് വയ്ക്കും കേട്ടോ. സത്യമാണത്. കുറേ പൂച്ചകളുണ്ട് നമ്മുടെ വീട്ടില്. നമ്മുടെ വീട്ടിലല്ല, ചുറ്റിപ്പറ്റി, പരിസരം ചുറ്റിപ്പറ്റി. അമ്മ പറയാനുണ്ടോ നമ്മുടെ വീട്ടിലൊന്നും പൂച്ച ഉണ്ടായില്ല, ഇപ്പൊ വന്നു കൂടിയതാന്നൊക്കെ പറയായിരുന്നു. അടുത്ത പണിക്കുള്ള ചേച്ചിയല്ലേ, ചേച്ചിയുടെ വണ്ടിക്ക് എന്തോ സ്റ്റാർട്ടിങ് ട്രബിൾ ആണ് ചേച്ചി. അതുകൊണ്ട് ഇച്ചിരി പാടാണ് ഓണായി കിട്ടാനായിട്ട്. എന്താണ് എന്താ? ആ അവൻ എന്തിനാ ചാക്കുന്നത്? എന്തിനാ ചാക്കുന്നേന്ന്? അവൻ ഫുഡ് കഴിക്കാൻ പോയപ്പോ നിങ്ങളിവിടെ പിടിച്ചു നിർത്തിയില്ല, പിന്നെ അങ്ങനെ അവൻ കഴിക്കും. അല്ല പിന്നെ എക്സ്ക്യൂസ് മീ, ഇത് എന്നിട്ട് സാധനം ഇതെന്റെ അമ്മയുടെ ടെസ്റ്റാണ്. അമ്മയ്ക്ക് ഞാൻ കൊടുത്ത ടെസ്റ്റാട്ടോ. അത് എടുത്ത് ഇട്ടുകൊണ്ട് നടക്കാണ്. അമ്മയ്ക്കും മക്കൾക്കൊക്കെ ഇപ്പൊ ഒരേ അളവാണ് കൈസ്. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. വെറൈറ്റി കളറാ അല്ലേ? ഒരെണ്ണം ഒരു എന്താ ഒരു രണ്ട് കളർ അല്ലേ? അതും വലുതായി വരുമ്പോഴത്തേക്ക് സെയിം കളർ ആവും തോന്നുന്നുണ്ട്. കാലത്ത് തന്നെ ഭയങ്കര വെയിലായി കൈസ്. ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല കേട്ടോ. പുള്ളി പോകുന്നതാണ് കേട്ടോ. സ്കിന്നൊക്കെ ഇങ്ങനെ നമുക്ക് അനുസരിച്ച് വേദന എടുക്കും. പക്ഷെ നമ്മുടെ പണിയെല്ലാം വെളിയിലായത് കൊണ്ട് തന്നെ പോവാണ്ടിരിക്കാനും പറ്റില്ല. കാര്യം ഓയിലും കൊണ്ടൊക്കെ പോകുമ്പോൾ നിറയെ വെയിലടിക്കും കേട്ടോ. ഹലോ, കല്യാണത്തിന് പോയി ഒരുങ്ങുന്നില്ലേ? 10 മണിയായില്ലോ. ഇനി കല്യാണം വിളിക്കുന്നവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കും. ഫാമിലിനെ മസ്റ്റായിട്ട് കൊണ്ടുവരാൻ പറയാം. ഒറ്റയ്ക്ക് വിളിച്ചാൽ വിടത്തില്ല. ഇവിടെ നിന്ന് വിടുന്നതല്ല. കൂട്ടുകാരിയല്ല, കൂട്ടുകാരിയുടെ അനിയത്തിയുടെ പുള്ളിക്കാരിയുടെ കല്യാണത്തിനൊക്കെ നിങ്ങൾ പോയതല്ലേ? അനിയത്തിയുടെ കല്യാണം, പുള്ളിക്കാരിയുടെ അനിയത്തിയുടെ കല്യാണം. അതിന് വേണ്ടി ക്ഷണിച്ചാലേ പോവാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ക്ഷണിച്ചില്ലെങ്കിൽ പോകണ്ടായിരുന്നു കേട്ടോ. അറിയില്ലായിരുന്നല്ലോ. ഓ ഇമാതിരി പഠിച്ചൊക്കെ നിങ്ങൾ വേറെ എവിടെയും കേട്ടിട്ടുണ്ടോ? ഇടയ്ക്കിട്ട് വരും, പറഞ്ഞിട്ട് കാര്യമില്ല. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര വെയില. സ്വർണ്ണ വെയില്. സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വാപനം നിന്നെ സ്വാപനം നമ്മൾ ഇന്നലെ ഉണ്ടല്ലോ വീഡിയോ ഇട്ടപ്പം കുറച്ച് സന്തോഷം കൂടുതലായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ മോളെ ആദ്യമായിട്ട് സ്കൂളിലോട്ട് വിടുന്നു, നമ്മൾ ആഗ്രഹിച്ച സ്കൂളിലോട്ട് വിടുന്നു, നമ്മൾ അത്രയും പ്രതീക്ഷയോടുകൂടി വിടുന്നു. മറ്റേ ഒരു കമന്റില് ടോട്ടോ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അമ്മോനോട്. ഞാൻ ശ്രദ്ധിക്കാട്ടോ. അത് നമ്മളങ്ങനെ നമ്മളത് അങ്ങനെ വോയിസ് കൊടുത്ത് ഇങ്ങനെ പഴകിപ്പോയി. അത് നമ്മളുടെ ആ ഒരു ദൈനംദിന ജീവിതത്തിൽ ടോട്ടോ കുറെ വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതെങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത്. എനിക്ക് ഞാനായിട്ടല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരേ പേർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് അറിയാം. ശ്രമിക്കാന്നല്ല മീൻസ് എന്താ, ശ്രദ്ധിക്കാം എന്നല്ലാണ്ട് എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഞാൻ സംസാരിക്കുന്നത് ഓട്ടോമാറ്റിക്കലായിട്ട് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരം മാറ്റി പിടിക്കുമ്പോഴാണ് ഞാനല്ലാണ്ടായി പോകുന്നത്. ഇപ്പൊ എന്റെ സംസാരം മറ്റുള്ളവര് പറയുന്ന കേട്ടിട്ട് ഞാൻ അന്ന് ഇച്ചിരൂടെ ശ്രദ്ധിച്ച് പറയാന്ന് വിചാരിച്ചു ഞാൻ ശ്രദ്ധിച്ച് പറയുമ്പോ അത് എന്റെ പോണക്കല്ലാണ്ടായി പോകും. ഞാൻ സംസാരിക്കുന്ന അല്ലാണ്ടായി പോകും. എന്നാലും ഞാൻ മാക്സിമം ശ്രദ്ധിക്കാം കേട്ടോ. കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നല്ല, ഞാനും കണ്ടത്. ഞാൻ അതൊരു വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചു. ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല, എനിക്ക് അങ്ങനെ വരുള്ളൂ. ഞാൻ അതുകൊണ്ടാണ്
എന്നാലും ഞാൻ ശ്രമിക്കാം. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര്, എന്താ പറയാ, അത് സാധാരണക്കാർക്ക് അതിന്റെ സന്തോഷം മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞൊരു കമന്റ് വന്നിട്ടുണ്ട്. കറക്റ്റ് ആണ് കേട്ടോ. നമ്മൾ സാധാരണക്കാരാണ്. അപ്പോ നമുക്ക് അതിന്റെ സന്തോഷം നല്ല രീതിയിലുണ്ട്. അത് നമ്മളുടെ സ്കൂളിൽ ചേർത്ത് നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ നല്ല എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാണ്, ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ്, ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ അതിന്റെ ഒരു സന്തോഷം ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പം അതിൽ വന്ന് ഇങ്ങനെ നെഗറ്റീവ് ഇട്ട ടീംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ അടിയിൽ ഒരു ചേച്ചി വന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സന്തോഷം മനസ്സിലാവണേ, അത് സാധാരണക്കാരനെ മനസ്സിലാവുള്ളൂ എന്നുള്ളത്. അത് സത്യമാണ്. കാര്യം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്നന്ന് കൊണ്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളെ പോണക്കുള്ള ആൾക്കാർക്ക് നമ്മുടെ മക്കളെ കൊണ്ട് നല്ലൊരു സ്കൂളിൽ, അത്യാവശ്യം മാളിൽ തന്നെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു അവിടെ ചേർക്കണം എന്നുള്ളത്. അപ്പോൾ ആ സ്വപ്നത്തിന് പിന്നാലെ നമ്മൾ പോയി, നമുക്ക് ചേർക്കാൻ പറ്റി. അപ്പോൾ ആ സന്തോഷം നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തപ്പോൾ അത് കുറച്ച് പേർക്കൊക്കെ ഭയങ്കര കളിയാക്കൽ രീതിയിൽ സംസാരിക്കുന്ന കണ്ടു. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല അല്ലെ, നമ്മളെ പോണക്കുള്ളവർക്ക്. നിങ്ങൾക്ക് പുതുമയായിരിക്കില്ല, ഞങ്ങൾക്ക് അത് പുതുമയാണ്. നിങ്ങൾ പറയുന്ന കമന്റിന് നമ്മൾ റിപ്ലൈ തരുന്നതാണ്, അല്ലാണ്ട് അതിനെ മോശപ്പെടുത്തി പറയുന്നതല്ല. കമന്റിനും ഇനി നെഗറ്റീവായിട്ട് നമ്മൾ മറുപടി പറയുന്നില്ല. പറഞ്ഞ കാര്യം, അതായത് കളിയാക്കിയ കാര്യം പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ ആ മനസ്സിലെ ആ സന്തോഷമാണ് നിങ്ങൾ കണ്ടത്. അത് ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലവർക്ക് അത് ഇഷ്ടപ്പെടാണ്ടിരിക്കാം. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. കാഴ്ചപ്പാട് അവരുടെ മനോഭാവമാണ്. അത് തെറ്റല്ല. നിങ്ങളുടെ കാര്യം നിങ്ങൾ പറഞ്ഞു, നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ ഇനി ഇട്ടുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് കുറെ പേര് ഇത് ഏതോ സ്കൂളിൽ നിന്ന്, മറ്റേ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ, സൈനിക് സ്കൂളാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്കൂളിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പഠിക്കട്ടേന്നേ, അവർ നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവർ നോക്കി അവർ മുമ്പോട്ടേക്ക് പോട്ടെ. അവരുടെ ജീവിതത്തിൽ നല്ലൊരു തുടക്കമായിട്ട് മാറട്ടെ. അത്രയും ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളൂ. നിങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അവിടെ പഠിച്ച കുഞ്ഞുങ്ങൾ, നമ്മുടെ വർഗീസ് ഡോക്ടറെ മോന് കൊച്ചുമക്കളൊക്കെ അവിടെ ഡോക്ടറൊക്കെ ചോദിച്ചപ്പോൾ നല്ല രീതിയിലാട്ടോ, നല്ല രീതിയിലുള്ള പഠിപ്പീരാണ് അവിടെ. അവർ പഠിപ്പിച്ചിട്ട് അവർ വീട്ടിലോട്ട് വിടുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ബുക്ക് അതൊന്നും 4ാം ക്ലാസ് വരെ വീട്ടിലോട്ട് തന്നു വിടില്ലാന്ന് തോന്നുന്നുണ്ട്. തന്നെ വെച്ചിട്ടുള്ള സെറ്റപ്പ് ഒക്കെയാണ്. പിന്നെ ഫീസിന്റെ കാര്യം കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഫീസ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡൊണേഷനും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂണിഫോമിന്റെ ഫീസ് ഉണ്ട്, പിന്നെ മന്ത്ലി ഫീസ് ഉണ്ട്. അങ്ങനെ കുറെ ഫീസുകളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം വരുന്നുണ്ട്. ഏകദേശം ഒരു റേറ്റ് വരും, നല്ല റേറ്റ് വരും. 50 രൂപ മുകളിൽ പോകും. LKG കുട്ടികൾക്ക് അത് വേറെ ആയിരിക്കും, അതുപോലെ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേറെ ആയിരിക്കും. അങ്ങനെ ഇത് അനുസരിച്ച് വേറെ വേറെ എമൗണ്ട് ആണ്. ഞാൻ പറയാത്തത് കേട്ടോ. കാര്യം നമ്മൾ പറഞ്ഞിനിപ്പോ ആരെങ്കിലും ചേർക്കാൻ ചെല്ലുന്നുണ്ടെങ്കിൽ അമ്മ ഇന്നത് പറഞ്ഞല്ലോ എന്ന് കാണും ചോദിച്ചാൽ അത് ശരിയാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പൈസയുടെ കാര്യങ്ങളൊന്നും പറയുന്നത്. നമ്മുടെ മോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൈസ ആയിട്ടുണ്ടായിരുന്നു. ചേച്ചിക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ 2 പേരെയും കൂടെ ഇട്ട് ഏകദേശം 1 ലക്ഷത്തിനൊക്കെ മേളി 1.5 അടുത്ത് വന്നിട്ടുണ്ട്. നല്ല ലുക്കാണ് കേട്ടോ. സ്വയമായിട്ട് ഇവിടെ ഒരു പിന്നൊക്കെ എടുത്ത് കുത്തി അതിനൊരു ഡിസൈൻ ആക്കി തിരിഞ്ഞ് പിന്നുള്ള ലൂസിന് ഇവിടെ ഒരു ബുഷ് എടുത്ത് കുത്തി, ബുഷ് എടുത്ത് കെട്ടി ഇവിടെ ഒരു ഇതാക്കി കറക്റ്റ് ടൈറ്റ് ആക്കി. കയ്യിലൊരു ബുഷും ഇട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. കൊച്ചിന് ചേരുന്നില്ലേന്ന് പറയണേ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഇതെനിക്ക് പപ്പ ഒരു പ്രാവശ്യം ഓണത്തിന് എനിക്ക് ഓണക്കോടിയായിട്ട് എടുത്തുന്ന പെയിനിയാണ് കേട്ടോ. പക്ഷെ എനിക്കിതിപ്പോൾ ടൈറ്റായേ. കുറേ വർഷമായിട്ടോ, വർഷങ്ങളായി. അത് ഇന്നും അങ്ങനെ തന്നെ സൂക്ഷിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം കബോർഡ് അടിക്കിയപ്പോൾ എനിക്ക് വേണ്ടാത്തത് ഞാൻ ചേച്ചിക്ക് എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് കൊടുത്തപ്പം ചേച്ചിയും പൂഞ്ചയും പാർവതി ഇത് ഇടും കേട്ടോ. 3 പേരും കൂടെയാണ് വരുന്നത്. നമുക്ക് അവിടെ ക്ലീനിങ് ഒക്കെ ഒന്ന് കാണാം അല്ലേ? ബാ നടന്നു. പക്ഷെ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ചേരും. കണ്ടുപിടിച്ച ഐഡിയ കേട്ടോ. ഫ്രണ്ട് അടിപൊളിയായിട്ടുണ്ട്. ബാക്കിൽ അത്ര സുഖമില്ല, പക്ഷെ ഫ്രണ്ട് സൂപ്പറാ. അമ്മ ക്ലീനിങ്ങിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓ ശരി ശരി ശരി. കത്തി ചാഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ തൂത്തുവാരി കേട്ടോ. ഇവിടെ നിന്ന് ഇനി ചപ്പൊന്നും ഇല്ല. ഈ ചെടിയാന്ന് വീഴുന്നുണ്ടാവും കേട്ടോ. ഇത് ഇങ്ങനെ നിറച്ച് ഉണങ്ങി നിൽക്കാണ്ട് വീഴും. ഇവിടെ വരുമ്പോ ഒരു കൂളിങ്ങിന്റെ അടി നിൽക്കുമ്പോ നല്ല സുഖം. നല്ല രസമുണ്ട് കേട്ടോ. മൊത്തം ചെടിയുടെ കരികിലും കാര്യങ്ങളും ഒക്കെ പൂത്തിട്ട് ഇത് ഒടിഞ്ഞു കിടക്കാട്ടോ. ഇത് ഒടിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട് ഈ മഴയത്ത്. ഇത് ഉണങ്ങിയ കമ്പിലാണ് നിൽക്കുന്നത്. തൂത്തുവാരി ബാക്കി ഭാഗമൊക്കെ തീടുക. മുകളിലോട്ട് വിട്ടാൽ നമ്മുടെ എയർ ഹോളൊക്കെ അടച്ചതാ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇത് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പാണെന്ന് തോന്നുന്നുണ്ട്. വാട്ടർ അതോറിറ്റി അങ്ങനെയല്ല അമ്മ അത് പറയാ, എന്തെന്ന് പറയത്? വെള്ളം ഉണ്ടോന്ന് നോക്കാം കേട്ടോ. വെള്ളം ഇല്ല.
വെള്ളം വരാറുണ്ട് കേട്ടോ, ഇടയ്ക്കിട്ടൊക്കെ ഇങ്ങനെ വെള്ളം വരാറുണ്ടെന്നു. നമ്മളിങ്ങനെ എടുക്കാറില്ല, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് നമ്മൾ കറക്റ്റ് പൈസയൊക്കെ അടയ്ക്കുന്നുണ്ടല്ലേ. 2 മാസം കഴിയുമ്പോൾ നല്ലൊരു പൈസ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. 1000 അത്ര കണ്ടൊക്കെ വരാറ് കണ്ടിട്ടുണ്ട് കേട്ടോ. അതെ അതെ, വെള്ളം ഇപ്പൊ കിണറ്റ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആശ്രയിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കിണറ്റിൽ ഇന്നുവരെ വെള്ളം പറ്റിയിട്ടില്ലല്ലോ. ഇവിടെ എല്ലാവരും ഏകദേശം അതെടുത്തിട്ട് എല്ലാവരും എടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ടാന്ന് വെക്കണവരും പൈസ വെറുതെ പോവല്ലേന്ന് വിചാരിച്ചിട്ടേ. പക്ഷെ എടുത്തിട്ടാ നല്ലതാണ്. ഓ വന്ന് ഗുണ്ടകള് രണ്ടെണ്ണം. ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല കിണറിന്. അതെ അതെ അതെ. ഞാൻ കുട്ടീനെ തൊഴിലുറപ്പിൽ കൂടെ പോയി എനിക്ക് കുട്ടീനെ കിണർ കുത്തുന്ന കാര്യമാണ് പറഞ്ഞത്. കിണറുണ്ട് കേട്ടോ നമുക്ക്, പക്ഷെ അത് പാകം വെച്ചപ്പോ കുറച്ച് വെളിച്ചെന്റെ ഭാഗം അല്ലേ, കുറച്ചുങ്ങാണ്ടേ ഉള്ളു നമ്മുടെ ഭാഗം. തിണ്ടത്ത് കൂടെ വരുന്നു നമ്മുടെ. എന്ത് മരം പറമ്പില് വേപ്പുമുളക്കിനൊക്കെ എന്തോരം അല്ലേ. ഇതൊക്കെ വേപ്പാട് നമ്മുടെ ഇവിടുന്ന് വീഴുന്നതാ. അതിന്റെ കാവുണ്ട് കണ്ടല്ലേ. വേരുമക്കൂടെ പോണത് ആ എന്തോരം ഇവിടെ ഉണ്ട് കേട്ടോ. നല്ലതുണ്ടെന്ന് തോന്നല്ലേ നടാൻ പറ്റിയത്. അയ്യോ ജാനിക്കുട്ടി അവിടുന്ന് ഇറങ്ങിക്കേടാ, ചൊറിയണം തൊട്ട് എന്റെ കയ്യില്. അമ്മേ ഇനി കുറച്ച് നേരത്തേക്ക് ജഗപ്പൊക്കെ ആയിരിക്കും കേട്ടോ. ഈ വിരള് ഒരു വിരള് പോയി കിട്ടി കഴിച്ച്. ഈ വിരള് അതിൽ ചൊറിയണം തൊട്ടതാട്ടോ. ഭയങ്കര സാധാ ചൊറിയണം അല്ല കേട്ടോ, സാധാ ചൊറിയണം അല്ല കേട്ടോ. ഇതാണ് സാധനം. അയ്യോ വേദനയാണോ കുത്തലാണോ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു വേദന പിടിച്ചു. ഞാൻ ഈ ചെറിയൊരു സാധനം കൊണ്ടതേ ഉള്ളു കൈസ്. പക്ഷെ കിളി പോയി കേട്ടോ. എൻ്റെ ആ ഒരു വിരല് പോയി. ഇനി ഭയങ്കര കുറച്ച് നേരത്തേക്ക് നല്ല വേദനയൊക്കെ ആയിരിക്കും. എഞ്ചിട്ടടിച്ചോ. പൊള്ളല് കിട്ടണോ? ഇങ്ങ ബാ, ഒരു സുഖം ഉണ്ടാവില്ല. ബായോ. എന്റെ കയ്യിൽ ആ സാധനം കടിച്ചിട്ട് വയ്യ കൈസ്. ചുമന്ന് ചെറുതായിട്ടേ വന്നിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഭയങ്കര ഒരു അവസ്ഥ. വേദന എന്ന് വെച്ചാല് ഓഫ് എന്റെ ഇപ്പം എന്തൊരു വേദനയാണോ സഹിക്കാൻ പറ്റാത്ത വേദന. ഈയടോ എന്നാടോ കാണിക്കുന്നത്. അമ്മേ വേപ്പില പറിച്ചെറിയല്ലേ. വേപ്പില നമ്മുടെ വീട്ടിൽ ഇല്ലാണ്ടിരിക്കുകയാണ്, ഇപ്പൊ കുറഞ്ഞു. അപ്പൊ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. എല്ലാവരും ഉൾപ്പെടുത്തി വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആവുന്നത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 10 മണിയാകുമ്പോഴത്തേക്ക് കുറേ ഫാമിലി മെമ്പേഴ്സ് നമ്മളെ അത്രത്തോളം സ്നേഹിക്കുന്ന ആൾക്കാർ വന്നിട്ട് ചോദിക്കൂട്ടോ, അമ്മ വീഡിയോ ഇടുന്നില്ല, എന്താണ് വീഡിയോ വരാത്തെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം എല്ലാവരും ക്ഷമിക്കുന്നൊക്കെ വിചാരിക്കുന്നു. എല്ലാവരും ഉൾപ്പെടുത്തി വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വേഗം പോയി ലൈക്ക് ഷെയർ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ബെല്ലൈക്കൻ ഇടിച്ചു പൊട്ടിക്കാമല്ലോ കുഞ്ഞെ. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും